അർച്ചന. ആളുടെ അമ്മ ഒരു 9-10 വർഷമായിട്ട് നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററിൽ വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം സ്ട്രോക്ക് വന്ന് മരിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു പാർട്ട്ണറെ കിട്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കണം എന്നുള്ളത്. ഞാൻ ഏൽപ്പിക്കുകയാണ്. പൊന്നുപോലെ നോക്കിക്കോ. തീർച്ചയായിട്ടും നോക്കൂലേ? നോക്കും. ആളെ പരിചയപ്പെടുത്താം. സിജോ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഡ്രൈവറും കൂടെയാണ്. നാട്ടിലൊരു പുലിയാണ്. അർച്ചന, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? എനിക്ക് ഈ അവസരത്തിൽ അമ്മയില്ലാത്തൊരു അങ്ങനെ ഉണ്ടാവും. അതല്ല മാത്രമാണ് എൻ്റെ ഏറ്റവും അമ്മ എല്ലാം കാണില്ല അടിമോളിരുന്ന് അല്ലേ? പിന്നെന്താ കരയില്ല കരയില്ല. അച്ഛൻ എന്താ ചെയ്യുന്നത്? അത് കൂലിപ്പണിയാണ്. കുഴപ്പമൊന്നുമില്ല. ചേട്ടാ, എന്താ പറയാനുള്ള ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം, അടിപൊളി ഇതൊക്കെയാണ്. പിന്നെ അർച്ചനയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? അർച്ചനയുടെ ചിരിയാണ് എനിക്കിഷ്ടം. ചിരിക്കുക പോകുന്നു കരയില്ല, ഇനി കരയുന്ന ഇഷ്ടമല്ലാതെ ചിരിക്കുക. ഞാനൊരു ആർട്ടിസ്റ്റായിരുന്നു. ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആൽബംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ പോയി പിന്നെ കുടുംബത്തിൻ്റെ ബാധ്യതയൊക്കെ മൊത്തം ആളുടെ അടിയിലായിരുന്നു. അന്നോട്ട് ആൾ കുടുംബം എന്താണെന്ന് അറിയാൻ തുടങ്ങിയത്. ഒരു അനിയത്തി ഉണ്ടായിരുന്നു. ആളുടെ കല്യാണം കഴിഞ്ഞാണ്. ആൾക്ക് മകളുണ്ടായിരുന്നു, കുട്ടിയുണ്ടായിരുന്നു. അവരൊക്കെ നമ്മളെല്ലാവരും ആൾ പൊന്നു പോലെ നോക്കിയിട്ടുണ്ട്. ഞാൻ കൂടെ നിന്നുണ്ട്. സത്യം പറഞ്ഞാൽ ലൈഫിൽ ഒരുപാട് അനുഭവിച്ച ആളാണ്. നല്ലൊരു ആളെ കിട്ടിയാൽ എനിക്ക് സന്തോഷമുണ്ട്. അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ? ലവ് വിത്ത് അറേഞ്ച്. എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടുമുട്ടിയത്? അങ്ങനെ ഓൺലൈൻ വഴിയൊക്കെ അങ്ങനെ കണ്ടുമുട്ടി. ഒരു വീട് നോക്കാൻ പോയതാണ്. ഒരു വീട് വാങ്ങിക്കാൻ പോയത് അർച്ചനയ്ക്ക്. എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, പിന്നെ റിയൽ എസ്റ്റേറ്റും ഉണ്ട്. അതിനകത്തൊരു വീട് നോക്കാൻ വന്ന് പരിചയപ്പെട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് സെറ്റായി. സെയിം വൈബാണോ? എങ്ങനെയാണ് ഒരു വർക്കൗട്ട് ആയത്? എങ്ങനെ? കഴിഞ്ഞ ദിവസം ഇങ്ങനെ മറ്റേ ഫാഷൻ ഷോ നമ്മുടെ ബ്രൈഡലിൻ്റെ ഒരു 50 പെൺകുട്ടികളുടെ ബ്രൈഡൽ മേക്കപ്പിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഇഷ്ടപ്പെട്ടായിരുന്നു പ്രോഗ്രാം. പിന്നെ അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ അവരോട് വീണ്ടും ഈ മോഡലിങ് ചെയ്യാൻ പറയണം. അല്ലേ? ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്തോട്ടെ, എനിക്കൊരു പരാതിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ നിർത്തിച്ചതാ വേണ്ടെന്ന് പറഞ്ഞാൽ. അവരുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ എതിർക്കാൻ നിൽക്കുന്നില്ല. അവർക്ക് താല്പര്യമുള്ള കേസുകൾ തീർച്ചയായിട്ടും ആദ്യം ആരാ പ്രണയം പറഞ്ഞ അർച്ചന? ഞാൻ പറയില്ല, നീ ഞാനാ പറഞ്ഞേ. ആണോ? ഓക്കെ. അപ്പം എന്തായിരുന്നു റെസ്പോൺസ്? എനിക്കിഷ്ടമായിരുന്നു. കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കുകൾ കേട്ടു, സന്തോഷമായി. വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് പെൺകുട്ടികൾ ഇങ്ങോട്ട് പറയുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പറയുമെന്ന് വെയിറ്റ് ചെയ്തിട്ട് പറയാതെ അവസാനം പറഞ്ഞു പോയതാണോ? ചേട്ടൻ പറയുമെന്ന് വെയിറ്റ് ചെയ്തിരുന്നോ? ഇല്ല. നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുള്ളത്. ഒരാൾ ആദ്യം പറഞ്ഞു, അതിന് പുറമെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ആലോചന കാര്യങ്ങൾ വീട്ടുകാരൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് ബാക്കി ഇന്ന് ഇവിടം വരെ എത്തി. ഈ നിമിഷം വരെ ഞങ്ങൾ അടിപൊളി ഹാപ്പി. നാളെയും ഇതിലും കൂടുതൽ ഹാപ്പി ആയിരിക്കും. അന്ന് ഇന്നും പ്രേക്ഷകരോട് എന്താ പറയാനുള്ള അർച്ചന? നമ്മുടെ അടിപൊളി ജീവിതത്തിന് എല്ലാവരുടെയും സപ്പോർട്ട്. ജിൻഡോ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് കാണണമെന്ന് ആഗ്രഹമില്ലേ? പിന്നല്ലേ, തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അതിനുള്ള പരിപാടികൾ ഞങ്ങൾ തുടങ്ങും. എവിടെയെങ്കിലും വീട് കാണിക്കാൻ കൊണ്ടുപോയാലോ? നല്ല കാര്യമായിരിക്കും. വീടോടെയും കാണാൻ പോണേല്. ശരിക്കും പറഞ്ഞാലേ എന്താ പറയുക, കല്യാണം എന്നൊക്കെ പറഞ്ഞൊരു സമയമാണ്, ടൈമാണ്. ടൈം കല്യാണം പെട്ടെന്ന് കല്യാണം നടന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ നമുക്ക് തോന്നിയ നല്ല കാര്യങ്ങളാണ്. നമ്മൾ അതുപോലെ ഫോർവേഡ് ചെയ്തു. കട്ടയ്ക്ക് കൂടെ നിന്നു നമ്മുടെ ചങ്ക്. സത്യം പുള്ളി പറ്റി പറയാനാണ്. ഇതുപോലൊരു കൂടെ നിന്നാണ് മനുഷ്യനാകില്ല. അങ്ങനെ എന്താ പറയുക, നമുക്കിത് ആളെ കൊടുത്താലും പൊന്നുപോലെ നോക്കുമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയത്. അതിന് വളരെ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ പറഞ്ഞല്ല, മനസ്സിൽ തെറ്റി പറയണം.